ഹലോ ഗായ്സ്, ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കിളി മജ്ബൂസാണ്. കിളി മജ്ബൂസ് എന്ന് പറയുമ്പം പ്രാവെന്നും പറയാം. പ്രാവെന്നാണെങ്കിൽ തൊപ്പ് കൂടെ വലുതായിരിക്കും, പക്ഷേ കിളിയാണെങ്കിൽ തൊപ്പ് കൂടെ ചെറുതായിരിക്കും. പക്ഷേ ഇത് പ്രാവെന്നും പറയാൻ പറ്റില്ല, കിളിയെന്നും പറയാൻ പറ്റില്ല. ഇത് കിളി മജ്ബൂസ് എന്നാണ് ഇവിടെ പറയണത്. ചെറിയ കിളി, അതൊരു 11 കിളി ഞാൻ എടുത്തിട്ടുണ്ട്. ആ 11 കിളി ഞാൻ നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം അതിനെ നല്ല വൃത്തിയായി കഴുകി അതിനെ ഒന്ന് ബോയിലിംഗ് ചെയ്യണം. അതായത് ബോയിലിംഗ് ചെയ്ത് അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് കോരി മാറ്റണം. കണ്ടില്ലേ, കിളിയുടെ സൈസ് കണ്ടില്ലേ, ചെറിയ കിളിയാണ്. അതിന് നല്ലവണ്ണം ചൂട് വെള്ളത്തിൽ നല്ല തിളപ്പിച്ച് അതിൻ്റെ അഴുക്കൊക്കെ കോരി കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ അത് തിളച്ച് വരണം. എന്നാലേ അതിൻ്റെ അഴുക്കൊക്കെ മൊത്തത്തിൽ പോയി കിട്ടും. അങ്ങനെ കിളിയെ നല്ലതുപോലെ ബോയിലിംഗ് ആയതിനു ശേഷം അതിലേക്ക് കുറച്ച് ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, ഉണക്ക നാരങ്ങ, പിന്നെ ഏലക്ക, പട്ട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് അതിൽ കുറച്ച് മസാല ഇടണം. മസാല എന്തെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടിയും, അതായത് അറബി മസാലയും 1.5 ടീസ്പൂണ് ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. സ്പൂണ് വലുതാണ്, മീഡിയം 1.5 സ്പൂണ്. പിന്നെ അറബി മസാല ഒരു 2 ടീസ്പൂണ്, അതും വലിയ സ്പൂണാണ്. മഞ്ഞപ്പൊടി മീഡിയം മതി. ഉപ്പ് പാകത്തിന്. അതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നല്ല തിളപ്പിച്ച് അതിൻ്റെ മസാല മൊത്തം കിളിയിൽ പിടിക്കണം. ഒരു മാഗി ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം അതിനെ മൂടി വയ്ക്കുക. അതൊരു 3/4 മണിക്കൂർ വേണ്ടി വരും ആ കിളി ഒന്ന് വെന്ത് വരെ. ആ വെള്ളത്തിൽ അങ്ങനെ സെറ്റായി വരും. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഒരു പാട്ട അരിയാണ് ഞാൻ ഇടാൻ പോകുന്നത്. അരി നേരത്തെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അരമണിക്കൂറിന് മുമ്പ്. കുറച്ച് പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉള്ളി, ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതിനെ വശക്കുക. കുറച്ച് ക്യാപ്സിക്കം ഒരു പകുതി മതിയാവും. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിടുക. എന്നിട്ട് നല്ലോണം ഒന്ന് വശക്കി എടുത്തതിന് ശേഷം കുറച്ച് പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അറിയാലോ വലിയ ജീരകം, അതും കൂടെ ഇട്ട് പിന്നെ പട്ടയും പിന്നെ ഇലയും പിന്നെ ഏലക്ക, ഗ്രാമ്പു, ഇതെല്ലാം കൂടെ ഇട്ട് നല്ലോണം വശക്കുക. വശക്കിയതിന് ശേഷം പിന്നെ തക്കാളി, മല്ലിയില, ഒരു വലിയ മുളക്, നല്ല നീളമുള്ള ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇട്ട് വശക്കിയതിന് ശേഷം നല്ല കുഴമ്പ് രൂപത്തിലാവും. ഒരു 10 മിനിറ്റ് മൂടി വെച്ചാൽ അത് ഏകദേശം ഒരു തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടും. അതിലേക്ക് നമുക്കിനി മസാല ചേർക്കണം. മസാല എന്നാണ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മീഡിയം, ഒരു 2 ടീസ്പൂണ് കറി മസാല, അത് ഇവിടെ കറി മസാല എന്ന് പറയും, മജ്ബൂസ് മസാല എന്ന് പറയും. അതെല്ലാം ഇട്ട് അത് ഇട്ടതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഒരു മസാലയൊക്കെ ഒന്ന് ചേഞ്ച് ആയതിനു ശേഷം ഈ നമ്മൾ പുഴുങ്ങി വെച്ച പ്രാവുണ്ടല്ലോ, അത് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പ്രാവിനെ ഇതിൽ കൂടെ ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പ്രാവ് എന്ന് പറഞ്ഞാൽ കിളിയാണ് കേട്ടോ, പ്രാവല്ല കിളിയാണ്. അതിനെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല വൃത്തി ഒന്ന് ക്ലിക്കാക്കി, അത് വെള്ളം നമുക്ക് എത്ര അരി ഇട്ടോ അത് കണക്കാക്കി വെള്ളം ഒഴിക്കുക. ഓൾറെഡി പ്രാവ് കിളി അതിൽ കിടന്ന് വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ കഴുകി വെച്ചിരുന്ന ഒരു പട്ട അരി ആ വെള്ളത്തിന് കണക്കാക്കി മുക്കുക. ഒന്ന് ഇളകി വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീയിലൊന്ന് മൂടി വയ്ക്കുക. ഒരു 1/2 മണിക്കൂർ ചെറിയ തീയിൽ കിടക്കുമ്പോൾ അതാ നോക്കിയേ, മജ്ബൂസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് കസ്തൂരിയിൽ അലുമിനിയം ഫോയിലൊന്ന് മൂടി വെച്ചതിന് ശേഷം പിന്നെ തുറന്ന് അതിൻ്റെ മീതറ്റ മുളക്, നാരങ്ങ ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ചോറ് സെറ്റ് ചെയ്യണം. കണ്ടില്ലേ, കിളി മജ്ബൂസ് ഇങ്ങനെയാണ്. പക്ഷേ ഇതിൽ നമുക്ക് ആടും വയ്ക്കാം, കോഴിയും വയ്ക്കാം. കോഴിയാണെങ്കിൽ ഇതേ മസാല ഒക്കെ തന്നെ, പക്ഷേ ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഒന്നുകിൽ എണ്ണയിൽ ഫ്രൈ ചെയ്യണം, ഇല്ലെങ്കിൽ ഓവനിലൊന്നും മൊരിച്ചെടുത്താൽ മതി. ആടായാലും ഇതിപ്പോൾ കിളി മജ്ബൂസ് ആയതുകൊണ്ട് ഇതിൽ കൂടെ ഇട്ട് യോജിപ്പിച്ചെടുത്തതാണ്. ഉഷാറായില്ലേ, കണ്ടില്ലേ, ഇതാണ് കിളി മജ്ബൂസ്. ഇഷ്ടമായ ട്രൈ ചെയ്യുക. കണ്ടില്ലേ. ഓക്കെ, ഗുഡ് ബൈ.